നമസ്കാരം. ഇപ്പോൾ എല്ലാ വില്ലേജുകളിലും ഡിജിറ്റൽ സർവേ നടക്കുന്നുണ്ട്. അപ്പോൾ ഡിജിറ്റൽ സർവേ നടക്കുന്ന വില്ലേജുകളിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഒരു പക്ഷേ നമ്മുടെ പിതാവിൻ്റെ ഭൂമി നമ്മൾ ഭാഗം ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ സഹോദരങ്ങൾ തമ്മിൽ 3-4 കഷ്ണങ്ങളായിട്ട് ഭാഗം ചെയ്തിട്ടുണ്ടാകാം. പലരും ആധാരം ചെയ്തു എങ്കിലും അതിന് വ്യക്തമായൊരു ബൗണ്ടറി ഇട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് ഗുരുതരമായൊരു പ്രശ്നമാണ്. നമ്മൾ എത്രയാണോ കൈവശം, നമ്മൾ എങ്ങനെയാണോ ആധാരം ചെയ്തിരിക്കുന്നത്, അതനുസരിച്ച് നമ്മൾ ഭൂമിയിലെ ആ ഒരു അതിർത്തി ഫിക്സ് ചെയ്യണം. അങ്ങനെ അതിർത്തി ഫിക്സ് ചെയ്താൽ മാത്രമാണ് ഡിജിറ്റൽ സർവേ ആ ഭൂമി ഒരു സബ് ഡിവിഷനായിട്ട് അളക്കുകയും അതിന് ഈ കൈവശക്കാരൻ്റെ ആധാരപ്രകാരമുള്ള ആളുടെ പേര് ചേർത്ത് BTR വരികയും ചെയ്യുള്ളൂ. അങ്ങനെ ചെയ്താൽ മാത്രമാണ് റീസർവേ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നികുതി അടയ്ക്കാനായിട്ട് പറ്റുള്ളൂ. അതല്ല എങ്കിൽ ഇപ്പോഴൊന്നും പ്രശ്നം വരില്ല. ഇപ്പോഴൊക്കെ പഴയ സർവേ നമ്പറിൽ തന്നെ നികുതി അടച്ചു പോകും. എന്നാണോ ഡിജിറ്റൽ സർവേയുടെ റീസർവേ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, ആ സാമ്പത്തിക വർഷം നമ്മൾ നികുതി അടയ്ക്കാനായിട്ട് ചെല്ലുമ്പോൾ നമുക്ക് നികുതി അടയ്ക്കാനായിട്ട് സാധിക്കാതെ വരും. എന്നിട്ട് നമ്മൾ വർഷങ്ങളോളം താലൂക്ക് ഓഫീസുകളിൽ ഫോറൻ നമ്പർ ഇട്ട് അപേക്ഷ സമർപ്പിച്ച് നടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇപ്പോൾ ഡിജിറ്റൽ സർവേ നടക്കുന്ന വില്ലേജുകളിലോ ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന വില്ലേജുകളിലാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് ആധാരപ്രകാരം ഒരു ഭൂമി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വ്യക്തമായ ബൗണ്ടറി നമ്മൾ ഭൂമിയിൽ തന്നെ ഉണ്ടാക്കണം. ഏറ്റവും മിനിമം ഒരു വാർപ്പിൻ്റെ പോസ്റ്റെങ്കിലും ഒരു അതിർത്തി കാണിക്കാവുന്ന രീതിയിൽ അവിടെ കുഴിച്ചിടണം. എന്ന് വെച്ചാൽ അത് മാത്രമല്ല, റീസർവേ നടക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ എല്ലാ റീസർവേക്കും അവിടെ ക്യാമ്പ് ഓഫീസ് ഉണ്ടാവും. ഈ വില്ലേജ് ഓഫീസിനോട് അടുത്തോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ക്യാമ്പ് ഓഫീസ് ഉണ്ടാവും. ആ ക്യാമ്പ് ഓഫീസിൽ നമ്മളവിടെ ഭൂമിയിൽ ഇല്ലാത്ത ആളാണെങ്കിൽ, നമ്മൾ താമസിക്കുന്ന ആളാണെങ്കിൽ നമുക്കത് അറിയാം, റീസർവേ അളക്കുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. അല്ല, നമ്മൾ അവിടെ താമസമില്ലാത്ത ആളാണെങ്കിൽ നമ്മൾ അതിൻ്റെ ക്യാമ്പ് ഓഫീസിൽ പോയിട്ട് നികുതി അടയ്ക്കുന്ന റെസീറ്റും ആധാരവുമായി ചെന്ന് നമ്മുടെ ഭൂമി എങ്ങനെയാണ്, ആരുടെ പേരിലാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മൊബൈൽ നമ്പറൊക്കെ അതിൽ രജിസ്റ്റർ ചെയ്ത് നമ്മുടെ ഡിജിറ്റൽ സർവേ കറക്റ്റായിട്ട് തന്നെയാണ് നമ്മുടെ ഭൂമി നമ്മുടെ പേരിൽ തന്നെ പതിഞ്ഞ് വന്നിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അതല്ല എങ്കിൽ നമ്മൾ വർഷങ്ങളോളം ഇതിൻ്റെ പിറകെ നടക്കേണ്ടി വരും. അപ്പോൾ ഇത്തരം ഭൂമി സബ് ഡിവിഷൻ ചെയ്യാതെയാണ് കിടക്കുന്നത്, ആധാരമാണ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഈ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം. കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ അവിടെയുള്ള അഫോർഡബിളായ റേറ്റിൽ ഞങ്ങൾ വന്ന് ചെയ്തു തരാം. അപ്പോൾ അത് റീസർവേക്ക് ഉതകുന്ന രീതിയിൽ തന്നെ ഭംഗിയായിട്ട് ചെയ്തു തരാം. ഇത്തരം എന്തെങ്കിലും സേവനങ്ങൾ ആവശ്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതുമായി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം. ഓക്കെ, പറ്റുകയാണെന്ന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.